ഒരാളുടെ സ്വഭാവത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ എന്തുകൊണ്ടാണ്? അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയായിരിക്കാം എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നമ്മളോട് ചിലരൊക്കെ പറയാറില്ലേ, നീ പണ്ടത്തെ ആളല്ല, ഇപ്പോൾ ആളാകെ മാറിയെന്നൊക്കെ. അത് ചിലപ്പോൾ നല്ല രീതിയിലാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മോശപ്പെട്ട കാര്യത്തെ സൂചിപ്പിച്ചുകൊണ്ടും ആവാം, അല്ലേ? അത്തരം സ്വഭാവ മാറ്റങ്ങൾ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് സംഭവിക്കുന്നത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. അത് രോഗം കൊണ്ടാണോ അതോ മറ്റേതെങ്കിലും കാരണം കൊണ്ടാണോ എന്നുള്ളത്. ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്: ഓർഗാനിക് പേഴ്സണാലിറ്റി ഡിസോർഡർ, പിന്നെ സൈക്കോ സോഷ്യൽ ഡിസോർഡർ. ഓക്കെ, ഇത് വലിയൊരു ടോപ്പിക്കാണ്. വളരെ ചുരുക്കിയിട്ട് ഞാൻ പറഞ്ഞു തരാം. ഞാൻ ഡോക്ടർ ഫരീദ് റഹ്മാൻ, ഡിമെൻഷ്യ സ്പെഷ്യലിസ്റ്റ് ആണ്. ഇനി സൈക്കോ സോഷ്യൽ ഡിസോർഡർ എന്നത് അത് നമ്മുടെ ജീവിതാനുഭവങ്ങൾ, അല്ലെങ്കിൽ സാഹചര്യങ്ങൾ, സാമൂഹിക ബന്ധങ്ങൾ, നമുക്കുണ്ടാവുന്ന ലൈഫിൽ ഉണ്ടാവുന്ന ടെൻഷൻ, സ്ട്രെസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടാണ്. ഒരു ചെറിയൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇപ്പോൾ വളർന്നു വന്ന സാഹചര്യമോ സ്വന്തം വീട്ടിൽ പോലും തന്റെ അഭിപ്രായത്തിനോ ഇഷ്ടത്തിനോ ഒരു പ്രാധാന്യം കിട്ടുന്നില്ല എന്ന ഒരു ബോധ്യമോ, ജീവിതത്തിലെ ചില ഘട്ടങ്ങളിൽ നേരിടേണ്ടി വന്ന അപമാനങ്ങൾ, അങ്ങനെ ഒരുപാടുണ്ട്. നമ്മൾ ചില ആളുകളുടെ ഇന്റർവ്യൂലൊക്കെ കേൾക്കാറില്ലേ, എന്താണ് നിങ്ങളുടെ ജീവിത വിജയത്തിന്റെ ഒരു മുതൽക്കൂട്ടി എന്ന് ചോദിക്കുമ്പോൾ അവർ ചെറിയൊരു ചിരിയോടെ പറയും, അപമാനം, ചവിട്ടിത്താഴ്ത്തൽ എന്നൊക്കെ. പക്ഷെ അവർ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ അപമാനത്തിനെ അല്ലെങ്കിൽ ആ ചവിട്ടിത്താഴ്ത്തലിനെ ഒരു പോസിറ്റീവ് ഫ്യൂവൽ ആക്കിയിട്ട് അവർ ആ ജീവിത വിജയത്തിലോട്ട് ആ, മുന്നേറി, അല്ലെങ്കിൽ കത്തിക്കയറി എന്നൊക്കെ പറയാം. നമ്മളൊരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ അത് ഏതെങ്കിലും രീതിയിൽ തിരിച്ചറിഞ്ഞാൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരോ അല്ലെങ്കിൽ സമൂഹമോ ചെയ്യുന്നതിന് മുമ്പേ തന്നെ കഴിയില്ല എന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തുമ്പോൾ അത് കേട്ട് നിങ്ങൾ പിന്മാറുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് അവിടെ ചെയ്യാതെ പോകുന്നത്. അല്ലെങ്കിൽ അവരുടെ ഒരു തീയിൽ നമ്മൾ അകപ്പെട്ടു, എരിഞ്ഞു തീരുന്നു, തീർന്നു എന്നൊക്കെ പറയാം. നേരത്തെ പറഞ്ഞ ആ വിജയിച്ചവരില്ലേ, അവർ ആ തീയിനൊരു ഫ്യൂവലാക്കി മാറ്റിയിട്ട് വാശിയോടെ മുന്നേറുകയാണ് ചെയ്തത്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചെയ്യാൻ കഴിഞ്ഞാലും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു പരിശ്രമം ഉണ്ടാവണം. അത് ഏത് വിജയിച്ചവരും തോൽവിയുടെ കടന്നു പോയിട്ടുണ്ടാവും. ആ തോൽവി അതൊരു പാഠമായിട്ട് ചില ചേഞ്ചസ് വരുത്തിയപ്പോഴാണ് അവർ വിജയിച്ചിട്ടുണ്ടാവുക. ഏതായാലും 2025 കഴിയാറായി. നിങ്ങൾക്ക് ഈ പറയുന്നതിൽ എന്തെങ്കിലും ഒരു ശരിയുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ 2026 നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ചെയ്യൂ. താങ്ക് യു.